everyone, welcome back to another chapter of our Litmosphere textbook. Today we are going to deal with the chapter Excerpts from An Autobiography by Agatha Christie. Litmosphere textbookile second module third chapter ആയിട്ടുള്ള Excerpts from an Autobiography by Agatha Christie എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So first of all, let's talk about the author Agatha Christie. Dame Agatha Mary Clarissa Christie is the full name of Agatha Christie, but don't worry, you can just study Agatha Christie. Okay, Agatha Christie was an English detective novelist and playwright and was born in Devon, England as the daughter of Frederick Alva Miller and Clarissa Margaret. ഇംഗ്ലണ്ടിലാണ് അഗത ക്രിസ്റ്റി ജനിച്ചിട്ടുള്ളത്. Her parents were Frederick Alva Miller and Clarissa Margaret. She is famous as a writer of detective fiction and her works were translated to more than 100 languages. Okay, അഗത ക്രിസ്റ്റി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ റൈറ്റർ ആയിട്ടാണ്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വി നോ ദാറ്റ് ലൈക്ക് എന്തെങ്കിലും ഒരു ക്രൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് അതിന് പിന്നിൽ അതിന് ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ അതിനെ ഡിറ്റക്റ്റീവ് എന്ന് വിളിക്കുന്നത്. Okay, so she is famous for her detective fictions and most of her works were translated to more than 100 of languages. Okay, then she has 66 novels to her credit besides 40 short story collections. Agatha Christie 66 നോവൽസോളം എഴുതിയിട്ടുണ്ട് and beyond that she wrote 14 short story collections. She had 14 short story collections. And her play The Mousetrap is known as the world's longest running play. അഗത ക്രിസ്റ്റീൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേ ആണ് ദ മൗസ് ട്രാപ്പ്. ഓക്കെ, ആ മൗസ് ട്രാപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ്സ് ലോങ്ങസ്റ്റ് റണ്ണിങ് പ്ലേ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്ലേ ചെയ്തിട്ടുള്ള ലോങ്ങസ്റ്റ് റണ്ണിങ് പ്ലേ ആണിത് മൗസ് ട്രാപ്പ്. ഷീ വർക്ക്ഡ് ആസ് എ നേഴ്സ് ഡ്യൂറിങ് വേൾഡ് വാർ I ആൻഡ് പബ്ലിഷ്ഡ് ഹെർ ഫസ്റ്റ് നോവൽ ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് ഇൻ 1920. വേൾഡ് വാർ നടക്കുന്ന സമയത്ത് 1914 to 1917 വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഷീ വാസ് വർക്കിംഗ് ആസ് എ നഴ്സ് ഇൻ എ ഡിസ്പെൻസറി. ഓക്കെ, ദെൻ അറ്റ് ദാറ്റ് ടൈം ഷീ പബ്ലിഷ്ഡ് ഹെർ ഫസ്റ്റ് നോവൽ ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് ഇൻ 1920. വേൾഡ് വാർ കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഒരു ഡിസ്പെൻസറിയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അഗത ക്രിസ്റ്റി 1920 അഗത ക്രിസ്റ്റീൻ്റെ ഫസ്റ്റ് നോവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ടൈറ്റിൽഡ് ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ്. Okay, so when we study about Agatha Christie, you have to note these 2 points. Her famous play, The Mousetrap, and her first novel, The Mysterious Affair at Styles. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. Many of her works were adapted into films and for television. അഗത ക്രിസ്റ്റി എഴുതിയിട്ടുള്ള അധിക വർക്ക്സും മൂവീസ് ആക്കിയിട്ടും അതുപോലെ തന്നെ ടെലിവിഷൻ സീരീസ് ആക്കിയിട്ടും എല്ലാം മാറ്റിയിട്ടുണ്ട്. Hercule Poirot is a fictional detective Christie created, and this Belgian detective was a part of many of her novels. Okay, Hercule Poirot എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് ക്യാരക്ടറാണ്. ലൈക്ക് ഷെർലക് ഹോംസ് ഒരു ഫിക്ഷണൽ മീൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ റിയൽ ആയിട്ട് ഒരാളില്ല. സോ ഹെർക്യൂൽ പൈററ്റ് എന്നുള്ളത് അഗത ക്രിസ്റ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് ക്യാരക്ടറാണ്. ആൻഡ് ഹെർക്യൂൽ പൈററ്റ് വാസ് എ ബെൽജിയൻ ഡിറ്റക്റ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ ഹെർക്യൂൽ പൈററ്റ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് നമ്മുടെ അഗത ക്രിസ്റ്റീൻ്റെ എല്ലാ വർക്ക്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ വർക്ക്സിലും ഒരു റോൾ എടുത്തിട്ടുള്ള ഒരാളായിരുന്നു. ഷീ ഹാസ് റിട്ടൺ നോൺ ഫിക്ഷൻ ആൻഡ് റൊമാൻസസ് അതർ ദാൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. ഓക്കെ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ പുറമെ അഗത ക്രിസ്റ്റീൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നോൺ ഫിക്ഷൻസും റൊമാൻസസുമായിരുന്നു. In the literary world, she is often described as the queen of mystery because of her skill in creating suspenses and her characterization. ഓക്കെ, ഒരു ലിറ്റററി വേൾഡിൽ എഴുത്തുകാരുടെ ഇടയിൽ അഗത ക്രിസ്റ്റീനെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് ക്വീൻ ഓഫ് മിസ്റ്ററി എന്നായിരുന്നു, നിഗൂഢതകളുടെ രാജ്ഞി എന്നായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗത ക്രിസ്റ്റിക്ക് ഒരു പ്രത്യേക സ്കില്ലുണ്ടായിരുന്നു സസ്പെൻസസ് ക്രിയേറ്റ് ചെയ്യാനും അത് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാനും അത് ആവശ്യമുള്ള സമയത്ത് പുറത്തോട്ട് കൊണ്ടുവരാനും ഉള്ളൊരു സ്കിൽ അഗത ക്രിസ്റ്റിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല നന്നായിട്ട് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ടായിരുന്നു. ഈ 2 റീസൺസ് കൊണ്ടാണ് അഗത ക്രിസ്റ്റീനെ ക്വീൻ ഓഫ് മിസ്റ്ററി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മിസ് ജെയിൻ മാർപ്പിൾ വാസ് എൻ എൽഡർലി വുമൻ ഡിറ്റക്റ്റീവ് അഗത ക്രിസ്റ്റി ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹെർ റീഡേഴ്സ്. ഹെർക്യൂൽ പൈററ്റിന്റെ പുറമെ അഗത ക്രിസ്റ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു എൽഡർലി വുമൻ ഡിറ്റക്റ്റീവ് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് മിസ് ജെയിൻ മാർപ്പിൾ. ഓക്കെ, സോ neither 2 points you have to note about Agatha Christie was she created the fictional character Hercule Poirot and Miss Jane Marple.
Hercule Poirot is the first fictional character whose obituary was published in a newspaper. Obituary എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നുണ്ടാവും. ചരമകോളത്തിനെയാണ് നമ്മൾ ഒബിച്വറി എന്ന് വിളിക്കുന്നത്. സോ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒബിച്വറി വരിക എന്ന് പറഞ്ഞാൽ അയാൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എത്രത്തോളം ഫേമസ് ആയിട്ടുണ്ടാവണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റായിട്ട് ഒബിച്വറി വന്നിട്ടുള്ള ഫിക്ഷണൽ ക്യാരക്ടറാണ് ഹെർക്കുൽ പൈററ്റ്. Now let's move on to the introduction part of the text. What is inside the text എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. In this excerpt, Agatha Christie describes her life as a nurse during the First World War and her initial interest in writing detective fiction. വേൾഡ് വാർ സമയത്ത് ഒരു ഡിസ്പെൻസറിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അഗത ക്രിസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതണമെന്നുള്ള ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് വരികയാണ്. Okay, An Autobiography is the title of Agatha Christie's life story narrated by her, and it traces her experience from childhood to her journeys to Iraq and Turkey with her archaeological husband. Okay, so An Autobiography എന്നുള്ളത് അഗത ക്രിസ്റ്റീൻ്റെ ഓട്ടോബയോഗ്രഫീൻ്റെ പേരാണ്. Okay, we already mentioned two other books like The Mousetrap എന്നുള്ളത് അഗത ക്രിസ്റ്റീൻ്റെ ഫേമസ് പ്ലേ ആണ്. The Mysterious Affair at Styles എന്നുള്ളത് അഗത ക്രിസ്റ്റി ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നോവലാണ്. സോ ബിയോണ്ട് ദീസ് ടു ടെക്സ്റ്റ് ബുക്സ് യു ഹാവ് ടു നോട്ട് ദ നെയിം ഓഫ് എർ ഓട്ടോബയോഗ്രഫി, ആൻ ഓട്ടോബയോഗ്രഫി. ഓക്കെ, ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ളത് അഗത ക്രിസ്റ്റീൻ്റെ ഓട്ടോബയോഗ്രഫീൻ്റെ പേരാണ്. അതിൽ അഗത ക്രിസ്റ്റീൻ്റെ എക്സ്പീരിയൻസസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഹെർ ജേർണീസ് ടു ഇറാഖ് ആൻഡ് ടർക്കി. അഗത ക്രിസ്റ്റീൻ്റെ ഹസ്ബൻഡ് ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ആ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ കൂടെ ഇറാഖ്, ടർക്കി പോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് എല്ലാമാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുള്ളത്. ദിസ് ഓട്ടോബയോഗ്രഫി ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് വർക്ക് അബൌട്ട് ദ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് അഗത ക്രിസ്റ്റി ആൻഡ് ഹെർ ഹാപ്പിനെസ് ആൻഡ് ബ്രേക്ക് ഡൗൺ അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഇൻ ലൈഫ്. ഓക്കെ, ലൈഫിൽ ലൈക്ക് സംടൈംസ് വി ഹാവ് ടു ഗോ അപ്പ്, സംടൈംസ് വി ഹാവ് ടു ഗോ ഡൗൺ. ഓക്കെ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബീയിങ് ആൻ ഇമാജിനേറ്റീവ് പേഴ്സൺ ആൻഡ് എ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ, ദിസ് മെമോർ ഈസ് ഓൾസോ എ മാർക്ക് ഓഫ് ഹെർ മിസ്റ്ററി, ലവിങ് ആൻഡ് അഡ്വഞ്ചറസ് സ്പിരിറ്റ്. It is said that Agatha Christie started working on this autobiography in 1950 and completed it in 1965, spending 15 years writing this book. ഓക്കെ, ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് അതിൽ ലൈഫിലെ മോസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ബി റിയാലിറ്റീസ്. ലൈഫിൽ നടന്നിട്ടുള്ള റിയാലിറ്റീസ് ആയിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. സോ ഈ ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ വേണ്ടിയിട്ട് ഷീ ഇൻവെസ്റ്റഡ് ഹർ 15 years, ലൈഫിലെ 15 yearsോളം അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. This work was published posthumously in 1977, almost 2 years after her death. മരിച്ചതിന് ശേഷമാണ്, posthumously means after death. മരിച്ചതിന് ശേഷം ഇൻ 1977 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 15 years അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആഫ്റ്റർ ഹർ ഡെത്ത് someone published her autobiography. And in an autobiography or an autobiography എന്നുള്ളത് as we know it's her autobiography. കൺഫ്യൂസ്ഡ് ആവരുത്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ജീവചരിത്രം സ്വന്തമായി എഴുതുമ്പോഴാണ് അതിന് ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. അഗത ക്രിസ്റ്റീൻ്റെ ഓട്ടോബയോഗ്രഫി കൊടുത്തിട്ടുള്ള ടൈറ്റിലും ആൻ ഓട്ടോബയോഗ്രഫി എന്ന് തന്നെയാണ്. സോ അതിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് ഹെർ ഫസ്റ്റ് നോവലായിട്ടുള്ള ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള 1920 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ നോവൽ എഴുതാൻ വേണ്ടി എടുത്തിട്ടുള്ള റിസ്കുകളും, എങ്ങനെയാണ് അതിൻ്റെ ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടാക്കിയതും, എങ്ങനെയാണ് അതിലെ ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിച്ചതും, എങ്ങനെയാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ചാപ്റ്റർ 3 ഓഫ് ഹെർ മെമോർ, where she tells the readers how she planned her first novel and how she finalized the characters for it. അഗത ക്രിസ്റ്റീൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ 3rd ചാപ്റ്ററിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. Okay, MEMOIR, it's not memoir, it's we have to read like memoir. Okay, memoir means ഓർമ്മക്കുറിപ്പാണ് നമ്മൾ മെമ്മോർ എന്ന് പറയുന്നത്. സോ ഓട്ടോബയോഗ്രഫിയിലെ 3rd ചാപ്റ്ററിലാണ് എങ്ങനെയാണ് ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോവൽ അഗത ക്രിസ്റ്റി എഴുതിയിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട്. നോവൽ അല്ല നമുക്ക് പഠിക്കാനുള്ളത്, ആ നോവലിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സെപ്റ്റിൽ പഠിക്കാൻ പോകുന്നത്. Now let's talk about the text. Okay, this text is about planning. We cannot expect a story here, we cannot expect a novel here, but it's something about the planning. Okay, ഒരു നോവൽ എഴുതാനുള്ള പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത്. എക്സെപ്റ്റ് ഇൻ ദ സെൻസ് ഓട്ടോബയോഗ്രഫിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 3. ഓക്കെ, അതായത് ആ ഭാഗത്താണ് എഴുതാൻ പോകുക ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് അഗത ക്രിസ്റ്റി പറയുന്നത്. ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്.
സോ ബേസിക്കലി ഇതിൻ്റെ ബിഗിനിങ് ഭാഗത്ത് ആസ് വി ഓൾറെഡി മെൻഷൻഡ് പറയുന്ന കാര്യം, ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അഗത ക്രിസ്റ്റിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. കാരണം ചില സമയത്ത് തീരെ പേഷ്യൻസ് വരുന്നുണ്ടാവില്ല, ചില സമയത്ത് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ. സോ ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. എന്നാൽ ലീവ് എടുക്കാനും പറ്റില്ല. രാവിലെ മുതൽ അവിടെ വന്നിട്ടിരിക്കണം, എന്നിട്ട് വൈകുന്നേരം മാത്രമേ ഡിസ്പെൻസറിയിൽ നിന്ന് ലീവ് ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്നതിനെ കുറിച്ചിട്ട് അഗത ക്രിസ്റ്റി പ്ലാൻ ചെയ്യുന്നത്. So when she thought about writing a detective story, the first thing came into her mind is what kind of a detective story I could write. ഏത് രീതിയിലുള്ള ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ആയിരിക്കണം ഞാൻ എഴുതേണ്ടത്, എങ്ങനെയായിരിക്കണം മേർഡർ നടക്കേണ്ടത്, ആരായിരിക്കണം കൊല്ലേണ്ടത്. Okay, so since she was surrounded by poisons, she decided to kill the person by poisoning. ഓക്കെ, നമ്മുടെ കൊടുത്തായി ജോഡി ചെയ്തതുപോലെ തന്നെ പോയിസൺ കൊടുത്തിട്ടാവാം എൻ്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറിയിൽ മേർഡർ നടക്കേണ്ടത് എന്ന് നമ്മുടെ അഗത ക്രിസ്റ്റി ഡിസൈഡ് ചെയ്യാണ്. ഫസ്റ്റ് തിങ് ഷീ ഡിസൈഡഡ് വാസ് ദ ഡിറ്റക്റ്റീവ് സ്റ്റോറി ഷുഡ് ബി ബേസ്ഡ് ഓൺ പോയ്സണിങ്. ഓക്കെ, ദെൻ ഷീ ഡിസൈഡഡ് ടു ഫൈൻഡ് ദി ഡ്രമാറ്റിസ് പേഴ്സണ. ഡ്രമാറ്റിസ് പേഴ്സണ എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും. ഇറ്റ്സ് അബൌട്ട് ക്യാരക്ടറൈസേഷൻ. എത്ര ക്യാരക്ടേഴ്സ് വേണം, ആരൊക്കെയാവണം എൻ്റെ ക്യാരക്ടേഴ്സ്, ഹൂ ഷുഡ് ബി പോയ്സൺഡ്, ഹൂ വുഡ് പോയ്സൺ ഹിം ഓർ ഹെർ, ആർക്കാണ് കൊടുക്കേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത്, വെൻ, വേർ, ഹൗ, വൈ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നടക്കണം. ആ കാര്യങ്ങളാണ് പിന്നീട് അഗത ക്രിസ്റ്റി പ്ലാൻ ചെയ്യുന്നത്. ദെൻ ഷി ഡിസൈഡഡ് ടു കിൽ സമ്മൺ ഹു ഈസ് ഇൻറ്റിമേറ്റ് ടു ദ മർഡറർ. കൊല്ലുന്ന ആൾക്ക് ഇൻറ്റിമേറ്റ് ആയി നിൽക്കുന്ന ഒരാളായിരിക്കണം മരിക്കേണ്ടത്. ഓക്കെ, എന്നാൽ മാത്രമേ അതിനൊരു നാച്ചുറാലിറ്റി ഫീൽ ഉണ്ടാവുള്ളൂ. മാത്രമല്ല റീഡേഴ്സിനെ നമുക്കിങ്ങനെ പീക്കിലിരുത്താൻ പറ്റുള്ളൂ. സോ ഷി വാസ് വെരി അഡൻ ഫാൻ ഓഫ് ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഫാനായിരുന്നു. സോ ഷി ഡിസൈഡഡ് ടു ഗോ ത്രൂ ദ ട്രഡീഷൻ ഓഫ് ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസിൻ്റെ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നോവൽസിൽ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എക്സാക്ട്ലി അതുപോലെ ആവരുത്. ഐ ഷുഡ് ഇൻവെൻറ്റ് സംതിങ്. എൻ്റെതായ കുറച്ച് ഇൻവെൻഷൻ അതിലുണ്ടായിരിക്കണം. എന്നാൽ ഷെർലക് ഹോംസിനെ പോലെയുള്ള ഒരു ഡിറ്റക്റ്റീവ് വരുന്ന രീതിയിലുള്ള ഒരു ഡിറ്റക്റ്റീവ് നോവലായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഷി ഡിസൈഡഡ് ഹൂ വാസ് ടു ബി മർഡേർഡ്. ആരെയായിരിക്കണം കൊല്ലേണ്ടത്. ഓക്കെ, ദെൻ ഷി ഡിസൈഡഡ് ദാറ്റ് എ ഹസ്ബൻഡ് കുഡ് മർഡർ ഹിസ് വൈഫ്. ഓക്കെ, ദാറ്റ് സീം ടു ബി മോസ്റ്റ് അൺയൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ. ഒരു ഹസ്ബൻഡ് വൈഫിനെ കൊല്ലുന്നതാണ് അവസാനം അഗത ക്രിസ്റ്റി എത്തിയിട്ടുള്ള കൺക്ലൂഷൻ. ഓക്കെ, then she is saying that the whole point of a good detective story was that it must be somebody obvious, but at the same time for some reason you would then find that it was not obvious, that he could not possibly have done it. ഒരു നല്ലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് വായിക്കുന്ന ആളുകൾക്ക് അത് ഒബ്വിയസ് ആയിരുന്നു എന്നും വേണ്ടായിരുന്നു എന്നും തോന്നണം. ആ ഒരു മേർഡർ നടന്നത് നന്നായി എന്ന് ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പം നടന്നത് നന്നായി എന്ന് തോന്നണം, എന്നാൽ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പം അത് വേണ്ടായിരുന്നു എന്നും തോന്നണം. അങ്ങനെ ഒരു കൺഫ്യൂസിങ്, ഒരു ആംബിഗസ് സ്റ്റേറ്റിൽ നിർത്തുന്നതായിരിക്കണം ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി, നല്ല ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്നാണ് അഗത ക്രിസ്റ്റി പറയുന്നത്. നൗ ഹർ ഫോക്കസ് ഈസ് ഓൺ ദി ക്യാരക്ടേഴ്സ്. ഷീ ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട് ദി മർഡറർ. കൊല്ലുന്ന ആളെ കണ്ടെത്താനാണ് ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് ഷീ ഡിസൈഡഡ് ദി ക്യാരക്ടർ. ഹി വുഡ് ഹാവ് ടു ബി റാദർ സിനിസ്റ്റർ ലുക്കിംഗ്. ഒരു ഈവിൾ ലുക്കുള്ള, ഒരു മോൺസ്റ്റർ ലുക്കുള്ള ഒരാളായിരിക്കണം. ഹി വുഡ് ഹാവ് എ ബ്ലാക്ക് ബേർഡ് ദാറ്റ് അപ്പിയർ ടു മീ അറ്റ് ദ വെരി ടൈം സിനിസ്റ്റർ. ഒരു ബ്ലാക്ക് ബിയേർഡുള്ള, താടിയുള്ള, കാണുമ്പോൾ തന്നെ ഒരു ഈവിൾ ലുക്കിംഗ് ഉള്ള, ഒരു മോൺസ്റ്റർ ലുക്കിംഗ് ഉള്ള ഒരാളായിരിക്കണം മർഡറർ. ഈ ഹസ്ബൻഡ്, ഒരു ഹസ്ബൻഡ് വൈഫിനെയാണല്ലോ കൊല്ലുന്നത്. There were some acquaintances who had recently come to live near us. The husband had a black beard and he had a wife who was older than himself and who was very rich. Yes, I thought that might do as a basis. So ഇവരുടെ വീടിൻ്റെ അടുത്തേക്ക് താമസിക്കാൻ വരുന്ന ഒരാളുണ്ട്. ഒരാൾ ഇൻ ദ സെൻസ് ഒരു ഫാമിലിയാണ്, ലൈക്ക് ഒരു ഹസ്ബൻഡും ഒരു വൈഫും. ആ ഹസ്ബൻഡ് ഇതുപോലെ തന്നെ നമ്മുടെ അഗത ക്രിസ്റ്റി ഇമാജിൻ ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് ബിയേർഡുള്ള ഒരാളാണ്. ആൻഡ് വൈഫ് ഈസ് ഓൾഡർ ദാൻ ഹിംസെൽഫ്. ഹസ്ബൻഡിനേക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ഒരു വൈഫാണ്. ആൻഡ് വൈഫ് ഈസ് വെരി റിച്ച്. സോ ആ ഒരു കെമിസ്ട്രി വർക്ക് ആവുമെന്ന് അഗത ക്രിസ്റ്റിക്ക് തോന്നുകയാണ്. ഹസ്ബൻഡിനേക്കാളും ഏജ്ഡ് ആയിട്ടുള്ള വൈഫ് ആൻഡ് വൈഫ് ഇസ് വെരി റിച്ച്. ദെൻ അഗത ക്രിസ്റ്റി ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റിയൽ ലൈഫിലുള്ള ആൾക്കാരെ എൻ്റെ സ്റ്റോറിയിലോട്ട് കൊണ്ടുവരുമ്പം അവിടെ എൻ്റെ ഇമാജിനേഷൻ വർക്ക് ആവുന്നില്ല. സോ ഐ ഷുഡ് ഇൻവെൻറ്റ് സമ്മൺ ഓർ ഐ ഷുഡ് ഫൈൻഡ് ഔട്ട് സമ്മൺ ഹു ആർ നോട്ട് റിയലായിട്ട് ഞാൻ കാണാത്ത, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ ഞാൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇമാജിൻ ചെയ്യണമെന്നാണ് അഗത.
നെക്സ്റ്റ് ഡേ തന്നെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഒരു ട്രാമിൽ നിന്ന് 3 ആൾക്കാർ അഗത ക്രിസ്റ്റി മീറ്റ് ഇൻ ദ സെൻസ് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അഗത ക്രിസ്റ്റി ഒബ്സേർവ് ചെയ്യാണ്. ഒരു എൽഡർലി മാൻ ഉണ്ട് വിത്ത് ബ്ലാക്ക് ബിയർഡ്, നമ്മുടെ അഗത ക്രിസ്റ്റിൻ ഇമാജിനേഷനുള്ള പോലെ തന്നെ ഒരു ബ്ലാക്ക് ബിയർഡുള്ളൊരു മാൻ, ആൻഡ് എൻ എൽഡർലി ലേഡി ഹു വാസ് ചാറ്ററിങ് ലൈക്ക് എ മാപ്പി. നിർത്താണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൽഡർലി ലേഡി ഉണ്ട്. ആൻഡ് അവരുടെ അടുത്ത് ഒരു ലാർജ് ആയിട്ടുള്ളൊരു ഹേർട്ടി വുമൺ ഇരിക്കുന്നുണ്ട്, ടോക്കിംഗ് ലൗഡ്ലി അബൌട്ട് സ്പ്രിംഗ് ബൾബ്സ്. ഈ 3 പേരും ആണ് അഗത ക്രിസ്റ്റി നോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഒരു ബ്ലാക്ക് ബിയർഡുള്ളൊരു മാൻ ആൻഡ് എൽഡർലി വുമൺ ആൻഡ് അവരുടെ അടുത്തിരിക്കുന്ന ഒരു ലാർജ് വുമൺ. ഓക്കെ, ആൻഡ് ട്രാമിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്തും അഗത ക്രിസ്റ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒറ്റയ്ക്ക്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്ന പോലെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്ക് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വെരി സൂൺ ഐ ഹാഡ് എ സ്കെച്ചി പിക്ചർ ഓഫ് സം ഓഫ് മൈ പീപ്പിൾ. ദ വാസ് ദ ഹേർട്ടി വുമൺ. ആ 3 പേരിൽ ഫസ്റ്റ് എടുക്കുന്ന ഹേർട്ടി വുമണാണ്. അവരടുത്ത് ഈ മാനിൻ്റെ അടുത്തൊന്നും എൽഡർലി വുമൻ്റെ അടുത്തൊന്നും കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ഈ ഹേർട്ടി വുമൺ ഇരിക്കുന്നുണ്ടത്. അവൾക്കൊരു പേര് കൊടുക്കുകയാണ്, എവ്ലിൻ. ഇത്ര പെട്ടെന്ന് തന്നെ അഗത ക്രിസ്റ്റിൻ്റെ ഇമാജിനേഷൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഹേർട്ടി വുമണിന് കൊടുക്കുന്ന പേരാണ് എവ്ലിൻ. ഈ എവ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന് എന്ത് റോളാണ് കൊടുക്കേണ്ടത്? ഹസ്ബൻഡും വൈഫിനും അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ആ എൽഡർലി വുമണും ആ ബ്ലാക്ക് ബിയർഡുള്ള മാനുമാണ്. എന്നാൽ ഈ എവ്ലിൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് ക്യാരക്ടർ കൊടുക്കണം? ഒരു ഹൗസ് കീപ്പർ ആക്കണോ, അതോ നൈബർ ആക്കണോ, അവരുടെ ഫ്രണ്ട് ആക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എടുക്കുന്ന ഡിസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എൽഡർലി വൈഫ് വുഡ് ബി മർഡേർഡ് മോർ ഫോർ ഹെർ മണി ദെൻ ഹെർ ക്യാരക്ടർ, സോ ഷി ഡിഡിൻറ്റ് മാറ്റർ വെരി മച്ച്. അതായത് ഈ ഹസ്ബൻഡ് വൈഫിനെ കൊല്ലുന്നത് ഒന്നെങ്കിൽ വെൽത്തിന് അല്ലെങ്കിൽ ഒരു പ്രോസ്പെറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വൈഫ് ഹസ്ബൻഡിനേക്കാളും റിച്ചാണെന്ന് പറയുന്നുണ്ട്, എൽഡറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മണി മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട്, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈഫിനെ കൊല്ലുന്നത്. സോ ഈ ഒരു വൈഫിന് വലിയ റോൾ ഇതിലില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനെ കുറിച്ച് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നൗ ഷീ ഈസ് തിങ്കിങ് അബൌട്ട് അതർ ക്യാരക്ടേഴ്സ്. ഇവർക്ക് മക്കൾ വേണോ? ഈ ഒരു കപ്പിളിന് മക്കൾ വേണോ? മകൻ വേണോ? സൺ വേണോ? ഡോട്ടർ വേണോ? നെഫ്യൂ വേണോ? എന്നപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു മർഡർ നടക്കുന്ന സമയത്ത് ഒരുപാട് സസ്പെക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാർ വരണമല്ലോ. ലൈക്ക് സസ്പെക്റ്റ് ആണെന്ന് തോന്നുന്ന ആ ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നെഫ്യൂ, സൺ, ഡോട്ടർ. കാരണം ഒരു അമ്മ കൊല്ലപ്പെടുമ്പോൾ മക്കളാണോ കൊല്ലുന്നത്, അതുപോലെ ആരെങ്കിലും റിലേറ്റീവ്സ് ആണോ കൊല്ലുന്നതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അനദർ ക്യാരക്ടേഴ്സിനെ പിന്നീട് ഡിസൈഡ് ചെയ്യാം, ആരൊക്കെ വേണം, റിലേറ്റീവ്സ് ആയിട്ട് ആരൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസൈഡ് ചെയ്യാം. നൗ ഹർ ഫോക്കസ് ഈസ് ഓൺ ദ ഡിറ്റക്റ്റീവ്. ആരായിരിക്കണം ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത്? അവിടെയാണല്ലോ ട്വിസ്റ്റ് കിടക്കുന്നത്, അവിടെ ആയിരിക്കുമല്ലോ നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു പീക്കിലെത്തുന്ന മൊമെൻറ്റ്. സോ ഷി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട് സമ്മൺ ലൈക്ക് ഷെർലക് ഹോംസിനെ പോലെ, അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ആസിൻ ലൂപ്പിനെ പോലെ, അല്ലെങ്കിൽ ഫിക്ഷണൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള റോൾ ടെബിലിനെ പോലെ ഉള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിക്കണം. ആസിൻ ലോപ്പിനും അതുപോലെ റോൾ ടെബിലൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ള റെഫറൻസാണ് മറ്റ് നോവൽസിലുള്ള ഫിക്ഷണൽ ക്യാരക്ടേഴ്സിൻ്റെ പേരാണ്. സോ അവരെ പോലെ തന്നെയുള്ള ഒരു ഡിറ്റക്റ്റീവ് എനിക്കും വേണം. ഇനി ആ ഡിറ്റക്റ്റീവ് ആരായിരിക്കണം? ഒരു സ്കൂൾ ബോയ്? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു സ്കൂൾ ബോയ് ഒരു ഡിറ്റക്റ്റീവായി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്കലി പോസിബിൾ. സയൻറ്റിസ്റ്റ് ആവണോ? വേണ്ട. ലൈക്ക് ഷീസ് ഡിസ്കസിങ്, അവൾ ഒറ്റയ്ക്ക് ഡിസ്കസ് ചെയ്യുകയാണ്. സ്കൂൾ ബോയിനെ എടുക്കണോ, സയൻറ്റിസ്റ്റിനെ എടുക്കണോ? എന്നിട്ട് വേണ്ട, ഇവരൊന്നും വേണ്ട. ബെൽജിയൻ റെഫ്യൂജി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിലേക്കാണ് ഫൈനലി ആ ഡിസിഷൻ എത്തുന്നത്. കാരണം ഷീസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് ബെൽജിയൻ റെഫ്യൂജീസ്. അവരുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിട്ടായിരുന്ന ബെൽജിയൻ റെഫ്യൂജീസിനെയും അവരുടെ ലൈഫും അവരിവിടെ അനുഭവിക്കുന്ന സ്ട്രഗിൾസും എല്ലാം അഗത ക്രിസ്റ്റിക്ക് നന്നായിട്ട് അറിയുമായിരുന്നു. സോ ഷീസ് കൺസിഡറിങ് ദം. ബെൽജിയൻ റെഫ്യൂജി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന് ഈ ഒരു റോൾ കൊടുക്കാം. എന്നാൽ അവരുടെ സ്റ്റോറി കൂടിയും എൻ്റെ ഈ ഒരു ഡിറ്റക്റ്റീവ് നോവലിൽ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാലോ, അവർക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൗ ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പോലീസ് ഓഫീസർ. ഡിറ്റക്റ്റീവായിട്ട് വരുന്ന ആ പോലീസ് ഓഫീസറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മെറ്റിക്കുലസ് ആയിട്ട്, ടൈഡി ആയിട്ട്, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം എൻ്റെ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ടൈഡി ലിറ്റിൽ മാൻ. I could see him as a tidy little man, always arranging things, liking things in pairs, liking things square instead of round. അതൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ആളെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓക്കെ, നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കണ്ട പല ഫിലിംസിലും നമ്മൾ വായിച്ചിട്ടുള്ള പല ബുക്സിലെയും ഡിറ്റക്റ്റീവ്സിനെ നമുക്ക് മൈൻഡിലോട്ട് കൊണ്ടുവരാം. നമുക്ക് ഏറ്റവും ഇതിന് സ്യൂട്ടായി തോന്നുന്ന ആൾ നമുക്ക് ഇമാജിൻ ചെയ്യാം. ടൈഡി ആയിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്യുന്ന, ഒന്നും പാതി കയ്യിൽ നിർത്താതെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. And he should be very brainy. He should have little grey cells of the mind. That he was a good phrase. I must remember that. Yes, he would have little grey cells. He would have rather a grand name. Okay,
എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്യുന്ന ആളായിരിക്കണം, നല്ല ബ്രെയിൻ, നല്ല ഇൻ്റലിജൻ്റ് ഉള്ള ആളായിരിക്കണം, കുറച്ച് കാര്യങ്ങൾ ന്യൂട്രലായി ചിന്തിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മാത്രമല്ല ഹി ഷുഡ് ബി ഗിവൺ എ ഗുഡ് നെയിം, ഒരു പഞ്ചുള്ള പേരും കൊടുക്കണം ഷെർലക് ഹോംസിനെ പോലെ. ദെൻ ഷി ഡിസൈഡഡ് ടു ഗീവ് ദ നെയിം. ഓക്കെ, വിതൗട്ട് ഫർദർ തോട്ട് ഷി ഡിസൈഡഡ് ദ നെയിം ഹെർക്കുൽ പൈററ്റ്. ഓക്കെ, പെട്ടെന്ന് തന്നെ പേര് ഡിസൈഡ് ചെയ്യുകയാണ്. ഷെർലക് ഹോംസിനെ പോലെ, ഷെർലക് ഹോംസിൻ്റെ ബ്രദർ മൈക്രോഫ്റ്റ് ഹോംസിനെ പോലെ നല്ലൊരു പഞ്ചുള്ള, കേട്ടാൽ ഒരു പഞ്ചുള്ള പേരായിരിക്കണം. സോ ഷി ഡിസൈഡഡ് ദ നെയിം ഹെർക്കുൽ പൈററ്റ്. After giving name to the detective as Hercule Poirot, she is giving name for the murderer. ബ്ലാക്ക് ബിയേർഡ് ഉള്ള നമ്മുടെ മർഡറിന് കൊടുക്കുന്ന പേരാണ് ആൽഫ്രഡ് ഇംഗ്ലിത്രോപ്പ് എന്ന് പറയുന്നത്. ആൽഫ്രഡ്, യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ലൈക്ക് ആൽഫ്രഡ്. ഓക്കെ, സോ മറ്റ് ക്യാരക്ടേഴ്സിനൊന്നും പേര് കൊടുക്കുന്നൊന്നുമില്ല. ഇവരാണല്ലോ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൊല്ലപ്പെടുന്ന ആളും ആ കൊലപാതകം കണ്ടുപിടിക്കുന്ന ആളും കൊല ചെയ്യുന്ന ആളും ഒക്കെയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഹിയർ ആ ലേഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം ലേഡീൻ്റെ മണി, വെൽത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ലേഡീനെ കൊല്ലുന്നത്. സോ ഹി ഡിസൈഡഡ് ടു ഗീവ് ദ നെയിം ഫോർ ദ മർഡറർ ആൻഡ് ദ ഡിറ്റക്റ്റീവ്. ദ ഡിറ്റക്റ്റീവ് ഈസ് ലൈക്ക് ഹെർക്കുലസ് പൈററ്റ് ആൻഡ് ദി മർഡറർ ഈസ് ആൽഫ്രഡ്. ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് അഗത ക്രിസ്റ്റിയുടെ മൈൻഡിൽ മൊത്തം ഇനി എങ്ങനെ നോവൽ ഫ്രെയിം ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് എൻഡ് ചെയ്യണം പോലുള്ള കാര്യങ്ങളാണ്. സോ ഷീ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ് മൈൻഡഡ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കാൻ അഗത ക്രിസ്റ്റിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഹർ ഫോക്കസ് ഈസ് കംപ്ലീറ്റ്ലി ഓൺ ഹർ ഡിറ്റക്റ്റീവ് നോവൽ. അതുകൊണ്ട് തന്നെ അവൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അഗത ക്രിസ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. റോങ് മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് പല ആൾക്കാരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ബിക്കോസ് ഹർ ഫോക്കസ് ഈസ് ഓൺ ഹർ ഡിറ്റക്റ്റീവ്. ഹിയർ ഷീ ഈസ് ആബ്സെൻറ്റ് മൈൻഡഡ്. ആൻഡ് മദർ ചോദിക്കുന്നുണ്ട്, വാട്ട് ഹാപ്പൻ ടു യു, യു ആർ ഡൂയിങ് സംതിങ് ലൈക്ക് നോട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. സോ ഷീ ഈസ് സീയിങ് ദാറ്റ് ഐ എം ഫോക്കസിങ് ഓൺ എ ഡിറ്റക്റ്റീവ് സ്റ്റോറി ആൻഡ് ദാറ്റ് വിൽ ബി എ നൈസ് ചേഞ്ച് ഫോർ യു, വാണ്ട് ഇറ്റ്, യു ബെറ്റർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് നോവൽ അവസാനിക്കുന്നത്. ഈ ഒരു എക്സെപ്റ്റ് അവസാനിക്കുന്നത്. ലൈക്ക് വേർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുകയാണ്. യെസ്, യു ക്യാൻ ഡു ഇറ്റ്, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ചേഞ്ച് ഫോർ യു, നീ അതിൽ ഫോക്കസ് ചെയ്യ്, യു ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അഗത ക്രിസ്റ്റിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. ലൈക്ക് ഓൾ ഓഫ് അവർ മദേഴ്സ്, നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് തരുന്നത് നമ്മളെ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മദർ ആയിരിക്കും. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ. അഗത ക്രിസ്റ്റിൻ്റെ മദർ അഗത ക്രിസ്റ്റി കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണ്. യു ക്യാൻ ഡു ദാറ്റ്, വിൽ ബി എ ഗ്രേറ്റ് ചേഞ്ച് ഫോർ യു. ഡിസ്പെൻസറിയിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് നിനക്ക് നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ലൈക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഹൗ ഡു യു തിങ്ക്. അതുപോലെ അഗത ക്രിസ്റ്റിൻ്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അഗത ക്രിസ്റ്റി ഷെർലക് ഹോംസിനെ അഡ്മയർ ചെയ്യാൻ കാരണം, എന്നാൽ ഷെർലക് ഹോംസിൻ്റെ അതുപോലത്തെ ക്യാരക്ടറിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഷീസ് ടേക്കിംഗ് ഹർ ഇമാജിനേഷൻ ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നില്ല. ലൈക്ക് ഷീസ് ക്രിയേറ്റിംഗ്, ഷീസ് ഫാബ്രിക്കേറ്റിംഗ് ക്യാരക്ടേഴ്സ്. അതൊക്കെ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്? ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് ഹർ ക്രിയേറ്റിവിറ്റി. ആ ഒരു പോയിന്റിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ലൈക്ക് ദെൻ ക്യാരക്ടേഴ്സിൻ്റെ പേര് നോട്ട് ചെയ്യുക. ലൈക്ക് ഹർ ബയോഗ്രഫീൻ്റെ ആൻ ഓട്ടോബയോഗ്രഫി എന്നതാണ് ഓട്ടോബയോഗ്രഫീൻ്റെ പേര്. ദെൻ പറഞ്ഞിട്ടുള്ള പ്ലേൻ്റെ പേര്, നോവലിൻ്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.